നമ്മൾ മറ്റേ മെന്റലി സ്ട്രോങ് ആയവരുടെ സിംറ്റംസ് എന്ന് പറഞ്ഞ വീഡിയോ എടുത്തില്ല, അതിലൊരു കമന്റ് വന്നതാണ് മെന്റലി സ്ട്രോങ് അല്ലാത്തവരുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിലിപ്പം അവരുടേതായിട്ടുള്ള ഒരു സേഫ് സോൺ ഉണ്ടാവും, അവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. അതൊന്ന് പുറത്തു വരാൻ അവർ ഭയങ്കരമായിട്ട് ഫിയർ ചെയ്യും. അതുപോലെ അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ അതെന്നൊക്കെ ഉള്ളത്. പിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തന്നെ അവരായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് അവർ പോകും. അതായത് അവരത് മനസ്സിലാക്കാതെ, എന്താണ് ഇവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അവരായിട്ടൊരു അടിപിടി എന്നുള്ള രീതിയിലേക്കായിട്ട് പോകും. അതുപോലെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ചുള്ളൊരു പേടിയാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് എന്താ തെറ്റായി പോവോ ഇതായി പോവോ എന്നൊക്കെയുള്ള പേടി നന്നായിട്ടുണ്ടാവും. പിന്നെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അതായത് ഇത് ശരിയായോ, അത് ശരിയോ, ആരടുത്തെന്നെങ്കിലും അവർക്കൊരു കൺഫർമേഷൻ അവർ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ കിട്ടേണ്ടി വരും. പിന്നെ എപ്പോഴും അവർക്ക് ഒരു ബൗണ്ടറി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. യെസ് നോ പറയുന്നിടത്തൊക്കെ അവർക്കൊരു നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളടുത്ത് നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ അവരെപ്പോഴും അവരുടെ പാസ്റ്റ് കാര്യങ്ങളിൽ അങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും പാസ്റ്റിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ അവർ ഒരാൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ മേലേക്ക് ഇടാൻ, അതായത് നീയാണ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഒരാൾ സ്ട്രോങ് അല്ല എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്.